വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാർ ആരും തന്നെ മത്സരിക്കാൻ ഇറങ്ങേണ്ട എന്ന കടുത്ത നിലപാട് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആദ്യഘട്ടം മുതലേ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ എം പിമാർക്കിടയിൽ നിന്ന് ശക്തമായ എതിർപ്പുയർന്നതോടെ ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുവാനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എം പിമാർ മത്സരിക്കേണ്ട എന്ന ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചേക്കും എന്നുള്ള സൂചനകളും ആശങ്കകളും ഇപ്പോൾ ശക്തമാകുകയാണ്. ആദ്യമായി പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് KPCCയുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ കണ്ണൂർ എം പിയുമായ കെ സുധാകരനാണ്. തൻ്റെ സ്ഥാനാർത്ഥിത്വം വെട്ടുവാൻ നടക്കുന്ന നീക്കങ്ങളോട് വളരെ രൂക്ഷമായ പ്രതികരണമാണ് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുകയും കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവർത്തകർ കൂട്ടമായി എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകൾക്ക് വഴിവെച്ചേക്കാമെന്ന ആശങ്ക ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരികയാണ്. സുധാകരനെ പോലൊരു നേതാവിനെ അപമാനിതനാക്കിയാണ് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയത് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തി കെ സുധാകരൻ UDF അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ മന്ത്രിയായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടും അവർ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പിടിവാശിയുമായി അവരും കെ സുധാകരൻ തന്നെയും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കണ്ണൂരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2016-ലും 2021-ലും കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചു കയറിയത് ഇപ്പോഴത്തെ മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. പ്രായാധിക്യം അലട്ടുന്നത് മൂലം അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും കടന്നപ്പള്ളി പോയാൽ ആ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ നിന്ന് സീറ്റ് ലഭിക്കുകയില്ല എന്ന കണക്കുകൂട്ടലിലൂടെ അടിസ്ഥാനത്തിൽ CPMൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ച് കടന്നപ്പള്ളി വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് ഉറപ്പാണ്. ജനകീയ നേതാവായ കടന്നപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ നിയോജക മണ്ഡലം തിരികെ പിടിക്കണമെങ്കിൽ കെ സുധാകരനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ രംഗത്തു വരണം എന്നുള്ള അഭിപ്രായം കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കെ സുധാകരനെ അനുനയിപ്പിച്ച് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം അനുവദിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ എത്തുന്നതെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ കെ സുധാകരനെ അനുനയിപ്പിക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലപ്രദമാവാതെ പോകുകയായിരുന്നു. തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തു സംഭവിച്ചാലും കണ്ണൂർ സീറ്റ് തനിക്ക് വേണം എന്നുള്ള ഒരു പിടിവാശിയാണ് സുധാകരൻ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതെ കോൺഗ്രസിൻ്റെ ഒത്തൊരുമയെക്കുറിച്ച് ജനങ്ങൾക്കും വോട്ടർമാർക്കും ആശങ്കയുണ്ടാകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ കെ സുധാകരനെ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കുവാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചുവെന്നും MP എന്ന നിലയിൽ നിന്നും മാറി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുമുള്ള അനുവാദം സുധാകരന് ലഭിക്കുമെന്നും തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് സിറ്റിംഗ് MPമാരിൽ കെ സുധാകരൻ മാത്രമാവില്ല 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുവാൻ പോകുന്നത് എന്നും വ്യക്തമാകുന്നുണ്ട്. ആറ്റിങ്ങലിൽ നിന്നുള്ള MP ആയിട്ടുള്ള അടൂർ പ്രകാശും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹത്തിനും പാർട്ടി അനുവാദം നൽകുമെന്നുള്ള സൂചനകളും കോൺഗ്രസ് വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അടൂർ പ്രകാശ് 1991 മുതൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലം. എന്നാൽ 2019-ൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം കോന്നി കൈവിട്ടു പോകുന്നത്. അന്ന് വിജയിച്ചു കയറിയ KU ജനീഷ് കുമാർ എന്ന യുവ CPM നേതാവ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൻ്റെ വിജയം ആവർത്തിക്കുകയും കോന്നിയെ ഇടതുപാളയത്തിൽ ഉറപ്പിച്ചു നിർത്തുകയുമായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കോന്നിയിൽ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അടൂർ പ്രകാശ് തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും കോന്നിയിലേക്ക് അടൂർ പ്രകാശിന് മത്സരിക്കുവാൻ വീണ്ടും അവസരം നൽകുവാനും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ കെ സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കുവാൻ അവസരം നൽകുമ്പോൾ MK രാഘവൻ, ശശി തരൂർ, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ് പോലുള്ള ഒരു പിടി നേതാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാമെന്നുള്ള ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. എന്നാൽ MK രാഘവനെയും ശശി തരൂരിനെയും കൊടിക്കുന്നിലിനെയും ഷാഫിയെയും അനുനയിപ്പിക്കാമെന്നും ഈ രണ്ടു പേർക്ക് മാത്രമായി ഇളവ് ചുരുക്കാമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് സുധാകരനും അടൂർ പ്രകാശിനും സ്ഥാനാർത്ഥിത്വം നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
നേതാക്കളുടെ പിടിവാശി മൂലമോ ഈ 2 സീറ്റുകളിൽ വിജയമുറപ്പിക്കുന്നതിന് വേണ്ടിയോ മാത്രമല്ല അടൂർ പ്രകാശിനും കെ സുധാകരനും മാത്രമായി ഇളവ് നൽകുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈഴവ സമൂഹത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് MLA മാർ കോൺഗ്രസ് പാർട്ടിയിൽ നന്നേ കുറവാണ്. അതിനാൽ തന്നെ ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് ബാങ്കിനെ ആകർഷിക്കുവാനുള്ള ഒരു ത്രാണി കോൺഗ്രസിനില്ല എന്ന അഭിപ്രായ പ്രകടനവും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലുണ്ടായിരുന്നത് ഇഴവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു MLA മാത്രമായിരുന്നു. അത് തൃപ്പൂണിത്തറയുടെ ജനപ്രതിനിധിയായ മുൻ മന്ത്രി കൂടിയായ കെ ബാബുവാണ്. അദ്ദേഹം ഇത്തവണ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ സീനിയർ നേതാക്കളായിട്ടുള്ള ഇഴവ പ്രതിനിധികൾ പാർട്ടിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് സുധാകരനെയും അടൂർ പ്രകാശിനെയും നിയമസഭയിലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ ഇഴവ പ്രതിനിധികളായി അല്ലെങ്കിൽ ഇഴവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 3 MLA മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമൻ അടൂർ പ്രകാശും, രണ്ടാമൻ കെ ബാബുവും, മൂന്നാമൻ ചിറ്റൂർ MLA ആയിരുന്ന അച്യുതനുമായിരുന്നു. ഈ 3 പേരും തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അടൂർ പ്രകാശും കെ ബാബുവും മന്ത്രിസഭയിലേക്ക് എത്തിയപ്പോഴും താൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന അച്യുതൻ ആ ഘട്ടത്തിൽ മാറി നിൽക്കുകയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിചയസമ്പന്നരായ തലയെടുപ്പുള്ള ഇഴവ പ്രതിനിധികൾ കോൺഗ്രസിനുണ്ടാവണമെങ്കിൽ കെ സുധാകരനും അടൂർ പ്രകാശും സ്ഥാനാർത്ഥികളാകണമെന്നും തിരഞ്ഞെടുക്കപ്പെടണമെന്നും നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. CPM-ൻ്റെ കോട്ടയെന്ന് വിലയിരുത്തപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം പാർട്ടിക്കും UDF-നും വലിയ മുന്നേറ്റം സമ്മാനിക്കുമെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. സമാനമാണ് പത്തനംതിട്ട ജില്ലയിലെയും അവസ്ഥ. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയെപ്പോലും വിജയിപ്പിക്കുവാൻ കോൺഗ്രസിനോ UDF-നോ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ 5-ൽ 5 സീറ്റുകളും പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഉയർത്തുമ്പോഴും കോന്നി സീറ്റിനെ ചൊല്ലി അവർക്കും ആശങ്കകളുണ്ട്. അടൂർ പ്രകാശ് മത്സരത്തിനെത്തിയില്ല എങ്കിൽ KU ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നും അതുപോലെ തന്നെ അടൂർ പ്രകാശിൻ്റെ മത്സരരംഗത്തെ സാന്നിധ്യം ഇഴവ വോട്ട് ബാങ്കുകളെ മറ്റു മണ്ഡലങ്ങളിലും UDF പാളയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസവും കോൺഗ്രസ് നേതൃത്വം അടൂർ പ്രകാശിന് ഇളവ് നൽകുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കും: അടൂർ പ്രകാശും കെ സുധാകരനും മത്സരരംഗത്തിറങ്ങിയാൽ അവർ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ അവർ വിജയിച്ചു വരികയും UDF അധികാരത്തിലെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ 2 പേരും മന്ത്രിമാരാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ 2 പേരും മന്ത്രി പദവിക്ക് അവകാശവാദം ഉന്നയിക്കും എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സീനിയർ നേതാക്കളെ മാറ്റി നിർത്തുവാനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം MP-മാർക്ക് ഇളവ് നൽകേണ്ട എന്ന നിലപാട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ അടൂർ പ്രകാശിൻ്റെയും കെ സുധാകരൻ്റെയും സമ്മർദ്ദതന്ത്രങ്ങൾ വിജയിക്കുന്നതോടെ 2 MP-മാർ മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നും UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിമാരാകുമെന്നും നമുക്ക് ഉറപ്പോടെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ സാധിക്കും. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സിറ്റിംഗ് MP-മാരെന്ന നിലയിൽ അടൂർ പ്രകാശും കെ സുധാകരനും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള വിവരം പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.